നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണി കൊണ്ടേ കെട്ടിയ മണി അത് പ്രകാശൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രകാശിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്നാലും ഞാൻ മോളെ കൈവെള്ളിയെ കൊണ്ടു നടക്കേണ്ട സമയത്ത് ഞാൻ എന്തൊക്കെ ക്രൂരതകളാ മോളോട് ചെയ്തേ. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അച്ഛാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അതെന്താ മോളെ? അച്ഛൻ അന്ന് അങ്ങനെ ചെയ്തോണ്ടല്ലേ എനിക്കൊരു നല്ല ജീവിതം കിട്ടിയത്. നല്ല ജീവിതം കിട്ടിയെന്നോ? അതെ, അച്ഛൻ എന്നോട് അങ്ങനെയൊക്കെ അന്ന് ചെയ്തോണ്ട് ഞാൻ എന്ത് ചെയ്തു, വീടാന്തരം കയറി ഇറങ്ങി പശുവിനെ കറന്ന് പാലൊക്കെ ആയിട്ട് പോയി. ഒടുവില് കിരണേട്ടന്റെ കമ്പനിയിലേക്കും ചെന്നു. അങ്ങനെയാണ് ഞാൻ ക്യാൻറ്റീനിലേക്ക് ചെന്നു. കിരണേട്ടൻ എന്നെ കണ്ടതും ഇഷ്ടപ്പെട്ടതും കല്യാണമൊക്കെ കഴിഞ്ഞതും ദൈവം എനിക്കായിട്ട് ഒരു നല്ല ജീവിതം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, അത് ശരിയാ മോളെ. എന്നാലും മോളുടെ നല്ല ജീവിതം കണ്ട് കുറെ കാലം കൂടെ ഇരിക്കാനായിട്ട് മോളുടെ അമ്മയ്ക്ക് സാധിച്ചില്ലല്ലോ. മോളുടെ അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചല്ലോ. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി കല്യാണിക്ക്. കല്യാണിയുടെ കണ്ണും നിറഞ്ഞു വന്നു. ഇതേ സമയത്താണ് ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങുന്നേ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റെഫി, തെങ്ങ് നോക്കി ആ നിൽക്കുന്ന ആരാ നോക്ക്. മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാൻ വന്നാന്ന് തോന്നേ. അത് മാത്രമല്ല, ഇനി മറ്റോരും കൂടി ഇങ്ങോട്ട് വരും. നമ്മുടെ തീരുമാനങ്ങളൊക്കെ ശരി തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അവർ ക്ഷേത്രത്തിനകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ അവര് നടന്നു വരുന്ന സമയത്താണ് പ്രകാശം കല്യാണ്ട് പറയുന്നത്, മോളെ നീ വിഷമിക്കണ്ട. മോളുടെ അമ്മയെ കൊന്ന ഒരുത്തനെ നമ്മൾ വെറുതെ വിടാനിട്ട് പോകുന്നില്ല. അധികം വൈകാതെ തന്നെ അവനെ കണ്ടെത്തി ഈ അച്ഛൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്റ്റെഫി ഗംഗാപ്രസാദിനോട് പറഞ്ഞു, പിന്നെ കൊല്ലാനാണല്ലോടാ എല്ലാരും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നേ. അവര് പ്ലാൻ ചെയ്യട്ടെ, പക്ഷെ ഞാൻ അത് നടപ്പിലാക്കൂന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഗംഗാപ്രസാദ് അങ്ങനെ ക്ഷേത്രത്തിന് വലം വയ്ക്കുകയാണ്. കൂടെ സ്റ്റെഫിയും. ഈ സമയത്ത് കല്യാണിയും പ്രകാശനും ക്ഷേത്രത്തിന് വലം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രകാശിന്റെ മനസ്സിൽ ഒരേ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവനെ എത്രയും പെട്ടെന്ന് കൺമുന്നിലേക്ക് കാണിച്ചരണം, അവനെ എനിക്ക് കൊല്ലണം എന്നൊരു ചിന്ത. എത്രയും പെട്ടെന്ന് തന്നെ വേണം എന്റെ ഭഗവാനെ, അത് താമസിപ്പിച്ചുകൂടാ. എന്റെ ദീപയ്ക്ക് മോക്ഷം കിട്ടണം, അവളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഇനി അവനും കൂടെ പരലോകത്തേക്ക് പോകണം. അങ്ങനെയൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പ്രകാശൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഗംഗാപ്രസാദ് സ്റ്റെഫിയും പ്രാർത്ഥന കഴിഞ്ഞ് ശ്രീകോലിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും തിരുമേനി എന്ത് ചെയ്യുക, മാലയൊക്കെ പൂച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മലയ്ക്ക് പോവാൻ മാല ഇടാനിട്ട് വന്നെന്ന വ്യാജന അവർ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നേ, കറുത്ത വേഷമൊക്കെ ധരിച്ച്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് തിരുമേനി മാല കൊടുത്തു. അവർ മാലയെ കഴുത്തിലിട്ട് കഴിഞ്ഞപ്പോൾ തിരുമേനി ചോദിച്ചു, അല്ല ഇവിടെ എങ്ങും കണ്ടുപരിചയമില്ലല്ലോ, ഈ ദേശത്തെങ്ങും കണ്ടിട്ടില്ലല്ലോ. അതെ, ഞങ്ങൾ കുറച്ച് ദൂരെന്ന്, കന്യാകുമാരിന്ന്. ഓ അങ്ങനെയാണല്ലേ. ഞങ്ങളിങ്ങനെ ഓരോ ക്ഷേത്രത്തിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാനായിട്ട് വന്ന. അത് നന്നായി. അല്ല ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കാണുമോ? 2-3 ദിവസം ഇവിടെ തന്നെ കാണുമായിരിക്കും എന്ന് പറയാണ്. അതും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പ്രാർത്ഥനയോടെ നടന്നു പോവാണ്. തിരുമേനിക്ക് പ്രത്യേക സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നില്ല. അതേ സമയത്ത് പ്രകാശനും കല്യാണിയും കൂടെ ക്ഷേത്രത്തിന് വലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും കൂടെ കാദംബരിയും സ്റ്റെഫിയും കൂടെ നോക്കുവാണ്. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്റ്റെഫിയും ഗംഗാപ്രസാദും കൂടെ അവിടെ നിന്ന് കല്യാണിയും കിരണിനെയും കൂടെ കല്യാണിയെ പ്രകാശനെയും കൂടെ നോക്കുകയാണ്, തൊഴുത് പ്രാർത്ഥിക്കുന്നൊക്കെ. സ്റ്റെഫി പറഞ്ഞു, എന്നാലും ആ കാർത്തികേ ലക്ഷ്മിയമ്മയും വന്നില്ലല്ലോടാ, അവരിനി വരാതിരിക്കുമോ? എടി ഇന്ന് വന്നില്ലെങ്കിൽ ഈ മണ്ഡലകാലം തീരുന്നതിന് മുമ്പ് അവർ ഉറപ്പായിട്ടും വരും, അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം നമ്മളിങ്ങനെ വേഷപ്പാർച്ച നടത്തി വന്നിട്ട് ആ കിരണങ്ങാനും കണ്ടുപിടിച്ചാലോ? എങ്ങനെ കണ്ടുപിടിക്കാനടി? കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല, അവനെ തീർക്കും നമ്മള്. ഒരു പക്ഷേങ്കില് ഇനി ഇങ്ങനെ കാർത്തിക ലക്ഷ്മിയമ്മയുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു തടസ്സമായിട്ട് ആ കിരൺ നമ്മുടെ മുന്നിലേക്ക് ചാടിയിട്ടുണ്ട്. തോക്കല്ല നമ്മുടെ ഇരിക്കുന്നത്, ആദ്യം ഞാൻ അവനെ അങ്ങ് തീർത്തുകളെ. എടാ നിന്റെ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, കിരണ് നല്ല സംശയമുണ്ട് നമ്മുടെ മേലെ, അറിയാലോ. മുമ്പ് നമ്മൾ വേഷം മാറി അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ നമ്മുടെ പിന്നാലെ വന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വേഷപ്പാർച്ച നടത്തി ഇവിടെ വരുമ്പോ അവൻ നമ്മളെ പിടികൂടില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലടി, നീ ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ എനിക്കെന്തോ അത്ര വിശ്വാസം പോരാ. നീ എന്താ സ്റ്റെഫി ഇങ്ങനെ തുടങ്ങണേ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇത്രയൊക്കെ എത്തിയില്ലേ കാര്യങ്ങളൊക്കെ? ഇനിയിപ്പം അധികം വേഗാതെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താണ്ട് പറ്റും. ആ കല്യാണിയും പ്രകാശനും ഇന്ന് വന്നു, നാളെ അവരും കൂടെ വരും. തീർക്കാൻ പറ്റുന്നവരൊക്കെ നമുക്ക് തീർക്കണം, എന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടുന്ന് കടന്നു പോകാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ട് ഈ കാർത്തിക് ലക്ഷ്മിയമ്മയ്ക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല, അവര് വരിക തന്നെ ചെയ്യും. ശരി, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് പോവാം. ഇന്നത്തെ ദിവസം ഇനി വരുന്ന ലക്ഷണം കാണുന്നില്ല. അങ്ങനെ അവർ ഓട്ടോറിക്ഷയ്ക്ക് കയറി ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പ്രകാശനും കല്യാണിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ പ്രകാശന് കാർത്തികയെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രകാശൻ എന്ത് ചെയ്യുവാണ്, കാർത്തികേയനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ അവര് വേറെ താമസിക്കുന്നത് പ്രകാശനൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് അവരെ പോയി നോക്കണമല്ലോ. അങ്ങനെ
ഒടുവിൽ പ്രകാശന് ലക്ഷ്മി അമ്മയുടെ വീടിൻ്റെ അവിടെ എത്തി കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. ആ സമയത്ത് ജനല് വഴി വന്ന് കാർത്തിക നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛനാണ് നിൽക്കുന്നത്. കാരണം ഇപ്പം ആര് വന്നാലും നോക്കിയിട്ടേ കഥ തുറക്കുള്ളൂ. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ഈ പറയുന്ന ഗംഗാപ്രസാദ് സ്റ്റെഫിയൊക്കെ വേഷം മാറി വരാം. അപ്പം അതുകൊണ്ട് അവർ ജാഗ്രത പാലിച്ചാണ് അവരിയ്ക്കുന്ന പോലും. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ കാർത്തികയ്ക്കും ഭയങ്കര സന്തോഷമായി. കാർത്തിക ഒന്ന് കഥ തുറന്നു. ആ അച്ഛനാണോ? ഇതെന്താ അച്ഛാ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയോ? അതെ മോളെ, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നെ നാളെ മോളും മോളുടെ അമ്മയും കൂടെ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം. കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിപാടുകളുണ്ടെന്നോ? അതെ, മോളുടെയും അമ്മയുടെയും പേരിൽ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, അല്ലെങ്കിലും പ്രകാശേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരും. ഇനിയിപ്പോൾ ഈ വീടിനകത്ത് അടച്ചിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അവനെ പേടിച്ച് ഭയന്നിരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. പ്രകാശം പറഞ്ഞു, ലക്ഷ്മി നമ്മൾ കുറച്ച് നാളും കൂടെ ഇങ്ങനെ അകത്ത് ശ്രദ്ധയോടെ ഇരുന്നിട്ടേ കാര്യമുള്ളൂ. കാരണം നിങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപകടമാണ്. അവനെ പിടികൂടുന്നോടം വരെയെങ്കിലും. അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തോടു കൂടി കാർത്തിക പറഞ്ഞു, അങ്ങനെ ഇരുന്നിട്ട് എന്താ വെച്ചാൽ കാര്യം? അപ്പം തന്നെ കണ്ടില്ലേ ദീപാന്റിക്ക് സംഭവിച്ച കണ്ടില്ലേ? അകത്തിരുന്ന സമയത്തല്ലേ സംഭവിച്ചേ? അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഞങ്ങൾ കാരണമല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട മോളെ. മോൾ അങ്ങനെയൊന്നും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നാലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും എൻ്റെ അമ്മയും കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, വരാനുള്ള വഴി തങ്ങളില്ലെന്ന് പറഞ്ഞ കണക്ക് അതൊക്കെ ഒരു പക്ഷേങ്കിൽ വിധി തന്നെയെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ആ ഗംഗാപ്രസാദനെ കൈ കിട്ടുക തന്നെ ചെയ്യും. അവൻ അധിക ദിവസം ഇങ്ങനെ എവിടെയെങ്കിലും മാളത്തിൽ ഒളിച്ചിരിക്കാനൊന്നും സാധിക്കില്ല. പിന്നീട് പ്രകാശം പറഞ്ഞു, കിരണാണെങ്കിൽ ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള അന്വേഷണത്തില രണ്ടും കൽപ്പിച്ച കിരൺ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഏത് സംഭവിക്കാം. പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ മോളെ. അല്ല അച്ഛൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് പോണം മോളെ. കല്യാണി മോളെ അവളെ തന്നെയല്ലേ ഉള്ളൂ. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അവൾക്ക് താങ്ങും തണലുമായിട്ട് ഞാൻ അവിടെ വേണം. അവളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കണം. എൻ്റെ മോൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയ സമയത്ത് എനിക്ക് കൊടുക്കാനും പറ്റിയില്ല. ഇപ്പൊ അവൾക്കാണെങ്കിൽ അമ്മയില്ലാത്തൊരു അവസ്ഥയില. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. പിന്നെ നാളത്തെ കാര്യം മറക്കരുത്. വഴിപാടിനും കാര്യത്തിനും വരണം. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. നിങ്ങൾ തന്നിച്ച് അങ്ങോട്ടേക്ക് വരണ്ട. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, പാവം അച്ഛൻ. അച്ഛനെ നെഞ്ചി വിങ്ങുക. അവിടെ നോക്കണം ഇവിടെ നോക്കണം. അവിടെ ഇരുന്നാൽ ഇവിടെ ഈ വീടിനെ കുറിച്ചുള്ള ടെൻഷൻ, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവിടത്തെ കുറിച്ചുള്ള ടെൻഷൻ. ലക്ഷ്മി പറഞ്ഞു, അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് ഹരിസാറും ബൈജുവും രതീഷും കൂടെ ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിരുന്നു. ഹരിസാറ് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് ബൈജുവിനോടൊക്കെ പറഞ്ഞു, ദേ എല്ലാം അവിടെയൊക്കെ അരിച്ചു പെറുക്കി നോക്കിയോ? അവിടെയൊക്കെ അരിച്ചു പെറുക്കി നോക്കി. അവിടെ ഒന്നുമില്ല. പറയാൻ പറ്റില്ല. കാരണം കല്യാണമാണ് സമയത്തെ. അവൻ വല്ല ബോംബും കൊണ്ടേ വെക്കുമെന്ന് പറയാൻ പറ്റില്ല ഓഡിറ്റോറിയത്തിൽ. അവന്റെ ശത്രുക്കൾ തന്നെയാണല്ലോ ഇവിടെയുള്ള എല്ലാവരും. കാരണം കിരൺ സാറും കല്യാണിയൊക്കെ അതെ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തൊരു സ്ഫോടനം നടത്തിയിട്ട് അങ്ങനെ കഥ കഴിക്കാൻ നോക്കും എല്ലാവരുടെ. അതൊരു കാരണവശാലും പാടില്ല. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അല്ല അതിന് ഡോഗ് സ്കാണിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അതും കൂടെ കൊണ്ടുവന്ന് മൊത്തം ചെക്ക് ചെയ്യണം. കാരണം അവന്റെ സ്വഭാവം കൊണ്ട് പറയാൻ പറ്റില്ല. അവൻ എന്തേലും പാത്തും പതുങ്ങിയും വന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ നമ്മൾ അറിയാൻ പോലും പോകുന്നില്ല. അപ്പോഴേക്കും രതീഷ് പറഞ്ഞു, ഇപ്പോഴത്തന്നെയാണെങ്കിലും കിരൺ സാറ് നല്ല ഇതിൽ തന്നെയാണ്. കാരണം എവിടെയെങ്കിലും വെച്ച് അവനെ കൈ കിട്ടിയിട്ടുണ്ട് തീർത്ത് കളയൊന്നും പറഞ്ഞാൽ നടക്കുന്നേ. അവനൊരു ഭാവം ഉണ്ടായിരിക്കും. കിരൺ സാറ് മാത്രമാണ് അവന്റെ പിന്നാലെ പോകുന്നത്. പക്ഷെ നമ്മളൊക്കെ അവന്റെ പിന്നാലെ തന്നെയുണ്ടെന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. ഹരിസാർ പറഞ്ഞു, അതെ ഒരിടത്തും ഒരു ഫാൾട്ടും പറ്റിപ്പോകരുത്. എല്ലായിടും നന്നായിട്ട് അരിച്ചു പെറുക്കണം. ഒരപകടം ഇനി സംഭവിച്ചുകൂടാ. പിന്നൊരു കാര്യം, കിരൺ സാറിന്റെ കാര്യം ഓർക്കുമ്പോഴേ ടെൻഷൻ. കിരൺ സാറിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കല്യാണ മാടത്തിന് പിന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹരിസാർ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ബൈജു പറഞ്ഞു, അത് ശരിയാ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? ബാ നമുക്ക് അകത്തോടെ എല്ലാം പോയി ഒന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയത്ത് ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ സംസാരിക്കുകയാണ്. ഗംഗാപ്രസാദ് ഒരു കൈ തോക്കും ഒരു കയ്യിൽ കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു, ഇതെന്തിനാ ഇത്? അതെ തോക്കിനേക്കാൾ നല്ലത് ചിലപ്പോൾ കത്തിയോ. അതെ ഞാൻ ഉന്നം തെറ്റാതെ എറിയും. എത്ര ദൂരത്തേക്ക് നാളെയാണെങ്കിലും ശരി. അതെ ഒന്ന് മിണ്ടായിരിക്കടാ. അവൻ പുടു കടിച്ചോണ്ടിരിക്കുന്നു. എടി അതെന്താടി നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാൻ മുമ്പൊക്കെ ഇങ്ങനെ ചെയ്യുന്ന. എടാ മുമ്പ് ചെയ്യുന്നോണ്ട് എന്നും പറഞ്ഞോണ്ട് ഇപ്പോഴങ്ങനെ ആവണമെന്നുണ്ടോ? ഓ അപ്പം നിനക്ക് ഇത്ര പെട്ടെന്ന് എന്നിലൊരു വിശ്വാസം ഇല്ലാതായോ? എന്നിലെ മതിപ്പൊക്കെ നഷ്ടപ്പെട്ടോ? എടാ അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ല നിനക്ക് കഴിക്കാൻ ഇവിടെ ആകെപ്പാടെ ബ്രെഡും മുട്ടയും മാത്രമേ ഉള്ളൂ.
എന്താടി പിന്നെ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ചിക്കൻ എന്തെങ്കിലും വേണോ? ചിക്കൻ അതിന് പുറത്തിറങ്ങാൻ പറ്റിയിട്ട് വേണ്ടടാ. എടി പുറത്തിറങ്ങേണ്ട കാര്യമില്ല. നമുക്ക് നല്ല രാത്രി ആകുമ്പത്തേനും നല്ല നാടൻ ചിക്കൻ കഴിക്കാം. എങ്ങനെ? അടുത്ത വീട്ടിലെവിടെയെങ്കിലും കോഴി കാണുമല്ലോ. ചെറിയ ഏതെങ്കിലും വീണ്ടും മതിൽ ആടിക്കിടന്ന് കോഴിനെ പിടിക്കാം. എടാ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുമോ? പുറത്തിറങ്ങാൻ പറ്റുമോന്നോ? അങ്ങനെ ഞാൻ കോഴിനെ പിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പത്തേനും നീ അത് കട്ട് ചെയ്തിട്ട് വല്ല ചിക്കൻ 65ഓ കറിയോ എന്തേലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, പകല് നമ്മൾ നോക്കി വെക്കണം എവിടെയാ കോഴിയുള്ളതെന്ന്. എങ്കിൽ മാത്രം നമുക്ക് രാത്രി പോയി പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ സ്റ്റെഫി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ പകല് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു, പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിനെ കുറിച്ച് പോലീസുകാർക്കോ കിരണൊന്നും ഒരു അറിവ് കിട്ടാൻ വഴിയില്ല. കാരണം ഇത് ഈയിടെ എടുത്ത വീടല്ലല്ലോ. പോലീസുകാർ അന്വേഷിക്കുന്നത് ഈയിടെ പുതിയതായിട്ട് ആരെങ്കിലും വാടകയ്ക്ക് വീടെടുത്തോന്നൊക്കെ അല്ലേ. ഇത് കുറെ നാൾ മുമ്പ് മാർട്ടിന് എടുത്തിട്ടേക്കുന്നതല്ലേ. അതുകൊണ്ട് പോലീസുകാർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ വഴിയില്ല. അതൊക്കെ ശരിയാടാ, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യം കഴിക്കണം. എടാ അത് നിന്നെ കൊണ്ട് സാധിക്കുമോ? അതാടി ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കില്ലേ? എന്നോടുള്ള ആരാധനയൊക്കെ നിന്റെ കുറഞ്ഞോ? ഓ പിന്നെ ആരാധന അതും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിന്നെ ആരാധിച്ചോണ്ടിരുന്നിട്ടും കാര്യമൊന്നും ഇല്ലടാ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, നിനക്ക് മുട്ട പുഴുങ്ങി വേണോ അതോ റോസ്റ്റാക്കി എടുക്കണോ? റോസ്റ്റാക്കി എടുത്താൽ മതി. ശരിയെന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി സ്റ്റെഫി. ഈ സമയത്ത് ഗംഗാപ്രസാദ് ആ കത്തിയും തോക്കൊക്കെ ചൂണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉറപ്പായിട്ട് നാളെയെങ്കിൽ നാളെ ലക്ഷ്മി അമ്മൻ കാർത്തിക ക്ഷേത്രത്തിലേക്ക് വരും. അപ്പൊ തീർക്കണമെന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വിശേഷത്തിൽ കാണാം നമുക്ക്. നാളെയാണ് കാർത്തിക ലക്ഷ്മി അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കിരൺ വെറുതെ വിടുവോ? ഉറപ്പായിട്ടും പിടികൂടും. നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് അത് കാണുകയും ചെയ്താണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന